എൻ്റെ സഭാവസ്ത്ര സ്വീകരണ ദിവസം ഞാൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്നുള്ളത് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. എന്തിനു വേണ്ടിയാണ് എന്നെ സമർപ്പിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി. ആ പീഡകൾ ഞാൻ ഒരു നിമിഷം അനുഭവിച്ചു. എന്നാൽ ദൈവം എൻ്റെ ആത്മാവിനെ അതീവ സാന്ത്വനത്താൽ വീണ്ടും നിറച്ചു. എൻ്റെ നൊവിഷ്യേറ്റിൻ്റെ ആദ്യ വർഷത്തിൻ്റെ അന്ത്യമായി. എൻ്റെ ആത്മാവിൽ അന്ധകാരം നിഴൽ വിരിച്ചു തുടങ്ങി. പ്രാർത്ഥനയിൽ എനിക്കൊരാശ്വാസവും കണ്ടെത്താൻ സാധിച്ചില്ല. ധ്യാനം ബുദ്ധിമുട്ടായി തീർന്നു. ഭയം എന്നെ പിടികൂടാൻ തുടങ്ങി. വലിയ ദുരിതമല്ലാതെ മറ്റൊന്നും അന്തരാത്മാവിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം ദൈവത്തിൻ്റെ പരമപരിശുദ്ധിയെ വളരെ വ്യക്തമായി ഞാൻ ദർശിച്ചു. ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ഞാൻ ധൈര്യപ്പെട്ടില്ല. അവിടുത്തെ കാൽക്കീഴിലെ പൊടി പോലെ അവിടുത്തെ കരുണയ്ക്കായി ഞാൻ യാചിച്ചു. ഏകദേശം 6 മാസക്കാലത്തേക്ക് എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മദർ ഡയറക്ട്രസ് മേരി ജോസഫ് ഈ വിഷമഘട്ടങ്ങളിലെല്ലാം എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിലും ഈ പീഡനം വർദ്ധിച്ചുകൊണ്ടിരുന്നു.